അങ്ങനെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും സ്വർണ്ണക്കള്ളനായി മാറി. എന്തുകൊണ്ട് ഇത്രയും നാൾ അദ്ദേഹത്തെ പിടിച്ചിട്ടാന്നുള്ള ചോദ്യമാണ് ഉയർന്നിരുന്നത്. അത് തൽക്കാലം സേഫ് ഗെയിം കളിക്കുകയായിരുന്നു. ഞാനില്ല, ഞാനൊരു സത്യസന്ധനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടി ചാടി നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഹൈറേഞ്ച് ഹക്കീമിനെ പോയി 2 കൈയും നീട്ടി, എന്നെ അറസ്റ്റ് ചെയ്തോളൂ, നിങ്ങൾ എന്നെ കുടുക്കിയതാണ്, എനിക്ക് ആരെയും ഭയമില്ല, ഞാൻ അറസ്റ്റ് ചെയ്യാനും ജയിൽവാസത്തിനും തയ്യാറാണ്, ഞാൻ പക്ഷെ നിരപരാധിയാണ്. ഇത് തന്നെയാണ് നേരത്തെ അറസ്റ്റായവരെല്ലാം പറഞ്ഞു. എല്ലാവരും അതേനോട് പറഞ്ഞത്. ലോകത്ത് ഏത് കേസിന് ആരെ പിടിച്ചാലും ഏത് കള്ളനെ പിടിച്ചാലും ഞാൻ മോശക്കാരനാണെന്ന് പറയില്ലല്ലോ. ഇതിനകത്ത് ഇവരെ ഏറ്റവും വലിയൊരു തമാശ നോക്കണം. LDF സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണകാലത്തെ ദേവസ്വം ബോർഡ് കംപ്ലീറ്റ് ഇതാണ്ട് നേരെ അകത്ത് പോകും. അല്ല, ഇതുപോലെ ഓരോ വകുപ്പുകൾ അന്വേഷിക്കണം. ഇതേ ഇവരാണ് അയോധ്യയിൽ സ്വർണ്ണം കെട്ടുമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അതാണ് എന്നെ ഏറ്റവും അധികം ചിരിപ്പിച്ചൊരു കാര്യം. സത്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ചിരിക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് തുടങ്ങിയ ആൾക്കാരിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിലെ കമൻറ്റ് വായിച്ചാൽ മാത്രം മതി. ഇത്രയും നമുക്ക് ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഭാവന മനുഷ്യനുണ്ടോ അറിയില്ല. കാരണം ഇവർ എന്ത് കമൻ്റ് ഇട്ടാലും എന്ത് പോസ്റ്റ് ഇട്ടാലും അതിനടിയിൽ കമൻറ്റുകളുടെ ബഹളമാണ്. നമ്മൾ ഈ കമൻറ്റോളികൾ എന്നൊരു പ്രയോഗമുണ്ട്, നിലവിലുണ്ട്. ഈ കമൻറ്റോളികളെ കൊണ്ട് നമ്മൾ തോറ്റു. ഓരോരുത്തന്മാർ ഇത്രയ്ക്ക് ആശയവും പിന്നെ നർമ്മബോധവുമുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളതെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുകയാണ്, പിണറായി വിജയൻ ഈ അയോധ്യയിലെ സ്വർണ്ണമോഷണത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ഇതിന് അടിയിലേക്ക് ഇതിൻ്റെ പോസ്റ്റ് ഞാൻ മുഴുവൻ വായിച്ചില്ല. അതിൻ്റെ ആ പടങ്ങളൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നല്ല വിരുന്നായിരിക്കും, നല്ല ദൃശ്യ വിരുന്നായിരിക്കും എന്ന് കരുതി ഞാൻ ഈ കമൻറ്റുകൾ വായിച്ചു. 1500 കമൻറ്റ് ആ സമയത്ത്. ഞാൻ ഈ 1500 കമൻറ്റും വായിച്ചു. ഒരു കമൻറ്റ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടോ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടോ ഇല്ല. ഈ 1500 കമൻറ്റും ഇയാൾക്കെതിരാണ്. അത് മാത്രമല്ല, അവരെല്ലാം ചോദിക്കുന്നത്, ഇവിടെ താനല്ലയോടെ ശബരിമല സ്വർണ്ണ കൊള്ളയടിച്ചതെന്ന്. അപ്പോൾ ചുമ്മാതിരുന്നിട്ട് ഇതുപോലെ ചുമ്മാ ഇരുന്ന് പണി മേടിക്കുന്ന ഒരാളെ KJ ഷൈൻ എന്ന് പറഞ്ഞ് ഒരു LDFന്റെ ഒരു ടീച്ചർ അവരെന്താ മത്സരിച്ചല്ലേ, ഈ KJ ഷൈൻ പോസ്റ്റിടും. വെറുതെ അവരുടെ വ്യക്തി ജീവിതം മൊത്തം താറുമാറാക്കിക്കൊണ്ട് അതിനടിയിൽ കമൻറ്റ് വരും. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കമൻറ്റ് മാത്രമാണുള്ളത്. അപ്പോൾ അതങ്ങനെ പോകും. അതുപോലെ മുഹമ്മദ് റിയാസ്, പണ്ട് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് എന്തോ റിയാസ് എന്നാണ് അറിയുന്നത്. ഈ റിയാസിൻ്റെ ഇപ്പുറത്തെ റീൽസും കമൻറ്റും എല്ലാം ഇതുപോലെ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ PS പ്രശാന്ത് കോൺഗ്രസ്സുകാരനായിരുന്നു, നെടുമങ്ങാട് മത്സരിച്ചവനാണ്. നെടുമങ്ങാട് 2021 മത്സരിച്ചു. 2016 മത്സരിച്ചത് അല്ലേ? 2021 മത്സരിച്ചു. അതിനുശേഷം തൊട്ട് പറയുന്ന അദ്ദേഹം CPM ചേരുന്നു. കോൺഗ്രസ് അദ്ദേഹം ഒരുപാട് പദവികൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ പറയുന്ന തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാം പരമാവധി ഇവിടെ നിന്ന് കിട്ടാണ്ടതെല്ലാം കിട്ടിയിട്ടാണ് അദ്ദേഹം പിന്നെ ഇവിടെ ചൊല്ലിയെന്നാണ്. എല്ലാവർക്കും ജോലിയും മറ്റ് സംവിധാനങ്ങളും എല്ലാം. പക്ഷേ ഇദ്ദേഹം മാത്രം സാമ്പത്തികമായിട്ട് പിന്നോക്കമായിരുന്നു. എന്തായാലും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം പുള്ളിയുടെ സമ്പത്ത് ഗണ്യമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം പുതിയ കോടികൾ വിലമതിക്കുന്ന വീട് ഇവിടെ ശ്രീകാര്യത്തോ പട്ടത്തോ അപ്പുറത്തെവിടെയോ വയ്ക്കുന്നതായിട്ടും ഒരു ശ്രുതി വന്നു. നമ്മൾ ആ വാർത്ത കൊടുത്തിട്ടുള്ളതാണ്. കാരണം കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന, സെൻറ്റിന് ഇത്ര രൂപ വില മതിക്കുന്ന ഭൂമിയാണുള്ളത്, അവിടെ വലിയ കോടിക്കണക്കിന് രൂപയുടെ വീട് വയ്ക്കുന്നു എന്ന് ഒരു ശ്രുതി വരും. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് SIT അന്വേഷണത്തിൽ ഇവരെ ഒഴിവാക്കി. പ്രശാന്തിൻ്റെ മൊഴിയൊക്കെ പലതവണ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാമത് ആണ് ഇപ്പോൾ വീണ്ടും ഇവരെ അറസ്റ്റിൻ്റെ വക്കിലെത്തി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്ത് വന്നിരുന്നു. അറസ്റ്റ് ചെയ്തില്ല, അദ്ദേഹത്തെ തൊടുന്നില്ല എന്നുള്ളൊരു നീക്കം വന്നു. പക്ഷേ ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം പ്രധാനമായിട്ട് ഉയർത്തുന്ന ഒരു വാദം ഈ UDF സർക്കാർ പക വീട്ടുകയാണ്. എൻ്റെ അടുത്ത് അത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ തന്നെ പറയും. കാരണം വേറെ ന്യായമില്ലല്ലോ. അതെ, പറയാൻ കണ്ടുപിടിക്കാൻ LDFന്റെ കാലത്ത് എന്തായാലും അറസ്റ്റ് ചെയ്യില്ല. പിണറായിയിലൊക്കെ ചങ്ങായി മാറിക്കഴിഞ്ഞുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണല്ലോ. അതെ. ഈ മാത്രമല്ല, വളരെ രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം മറ്റൊരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ LDF സർക്കാരിൻ്റെ കാലത്ത് സ്ഥാനങ്ങൾ കിട്ടിയ UDFിൽ കാലമാറിയുന്ന ആശാന്മാരുണ്ട്, ഇവരാരും ചെയർമാൻ രാജിച്ചിട്ടില്ലെന്നാണ്. ഇവരെല്ലാം അതേ തുടരുകയാണ്, കടുത്തുകയും കിടക്കുകയാണ്. കാർ ഉപയോഗിക്കുന്നുണ്ട്, അവർ ഓഫീസിൽ പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും തിരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് വേണ്ടി വാദിക്കാൻ ചില കോൺഗ്രസ് നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കൊള്ളാം. 2-5 ഒരേ സമയം ഇവർ കാലിയോട്ടും ഇവന്മാർ അവിടെ നിന്ന് മാറി അവിടെ ചെന്ന് അവിടെ നിന്ന് എല്ലാം അനുകൂലം കേസിൽ കുടുങ്ങിയില്ലായിരുന്നു, ചിലപ്പോൾ തിരിച്ചറിയാനുള്ള വഴി നോക്കിയാണ്. അതെ, മാനാഭിമാനമുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോഴേ രാജിവെച്ച് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, കോടതിയുടെ മേൽനോട്ടത്തിലാണ് സ്വർണ്ണക്കള്ള നടക്കുന്ന അന്വേഷണം നടക്കുന്നത്. അതിനകത്ത് ഇപ്പം K മുരളീധരൻ ദേവസ്വം മന്ത്രിയാണല്ലോ,
അദ്ദേഹം സന്തോഷ് കുമാർ എന്ന് പറയുന്ന മെമ്പറെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞ് SITക്ക് കത്ത് കൊടുത്തു. SIT പറഞ്ഞ് പറ്റത്തില്ല. എന്താ, ഈ കൊള്ള നടക്കുന്ന സമയത്ത് സന്തോഷ് കുമാർ മെമ്പർ അല്ല. അപ്പം അദ്ദേഹം വന്ന് അദ്ദേഹം വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് ഈ കൊള്ള നടക്കുന്നത്. അപ്പോൾ ആ കൊള്ള നടന്ന കാലത്ത് അദ്ദേഹം ഇല്ല. അതിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. സർക്കാരിന് ഇടപെടാൻ പറ്റില്ല. ഇത് കൃത്യമായി ഇത് കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന കാര്യമാണ്. പ്രശാന്ത് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ മാറി കൃത്യമായിട്ട് പിടിയും വേണം. സംഭവം ഇതാണ്, 2019 ഈ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും അഴിച്ചുകൊണ്ട് പോയി അതിൽ സ്വർണം പൂശി കൊണ്ടുവന്നപ്പോൾ അതിന് വാറണ്ടി കൊടുത്തിരുന്നു. ഈ കൊണ്ടുവന്ന സാധനത്തിന് നിറം മങ്ങിപ്പോയി. അപ്പോഴാണ് ഇത് പിടിക്കപ്പെടുന്നതെന്ന് പറയുന്നു. അന്നേരം അത് വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയാണ് വീണ്ടും സ്വർണം പൂശാൻ ഇയാളുടെ കൈ കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ സ്പോൺസർ, അദ്ദേഹമാണ് പൂശേണ്ടത്. അദ്ദേഹം ഇത് പൂശാനായിട്ട് ഇത് അഴിച്ചിളക്കി കൊണ്ടുപോകുന്നു. പക്ഷേ ഈ വിവരം സ്പെഷ്യൽ കമ്മീഷണറെ താൻ അറിയിച്ചിരുന്നു എന്നാണ് പ്രശാന്തിൻ്റെ വാദം. ഇതിങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള വിവരം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നു. തൻ്റെ ഭാഗത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിശ്വാസവഞ്ചനയ്ക്കും വ്യാജരേഖ ചമച്ചതിനുമാണ് കേസ്. അറസ്റ്റിലാകുമെന്നുള്ള ഉറപ്പാണ്. അറസ്റ്റിലാകുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്തോട്ടെ, സത്യം ഒരു നാൾ തെളിയും എന്ന് അദ്ദേഹം പറയുന്നത്. ഇപ്പം 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഒന്ന് പത്മകുമാർ, N വാസു, പിന്നെ ഈ പ്രശാന്ത് അറസ്റ്റിലേക്ക് ആകാൻ പോകുന്നു. ആ ബോർഡ് കംപ്ലീറ്റ് പോകുന്ന പറഞ്ഞു. അതിനകത്ത് മുരാരി ബാബു എന്ന് പറയുന്ന ആൾ പ്രതി, അയാൾ മരിച്ചുപോയി. പിന്നെ ഉള്ളത് തന്ത്രി രാജീവരാണ്. വീണ്ടും അറസ്റ്റിലാകുമെന്ന ലക്ഷണത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മഹേഷ് മോഹനർ എന്ന് പറയുന്ന തന്ത്രി ഉണ്ടല്ലോ, അയാളും അയാൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. എന്താണെങ്കിലും ശരി, വെറുതെ എവിടെയോ കോൺഗ്രസിനൊപ്പം മനസമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് PS പ്രശാന്ത്. കോൺഗ്രസിലാണെങ്കിൽ ഒരു ഇത്തവണ നെടുമങ്ങാട് സീറ്റ് കൊടുക്കുകയും ചെയ്തേനെ, അല്ലെങ്കിൽ വേറെ നിന്ന് ജയിച്ച്, അല്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ പോലും വലിയ പദവി കിട്ടുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചാടി അപ്പുറത്ത് പോയത്. ഇനിയും പിണറായി അല്ലാതെ മറ്റൊരു തമ്പുരാനില്ല. ഉമ്മൻചാണ്ടിയെ ഏറെ വേദനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി വളരെ വിശ്വസ്തനായ ഒരാളായിരുന്നു. ഉമ്മൻചാണ്ടി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് ഇയാൾ ഈ പാർട്ടി വിട്ട് പോയപ്പോൾ. ശരിക്കും അദ്ദേഹത്തിന് വല്ലാതെ വിഷമം, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ പോയത്. ഇത് എനിക്ക് തോന്നുന്നു ഇവന്മാർ ചാടിച്ചോണ്ട് പോയത്. ഓഫർ ചെയ്താണ് എന്തെങ്കിലും വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയതായിരിക്കും. അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടാണല്ലോ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്നാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് മോശമായില്ല. ചെറിയ ലോട്ടറി ആണല്ലോ ദേവസ്വം ബോർഡ്. അതെ, നമുക്കിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്, R ബാലകൃഷ്ണനുള്ള അദ്ദേഹത്തിൻ്റെ മകനായ KB ഗണേഷ് കുമാറിനോട് പറഞ്ഞൊരു കാര്യം. ഗണേഷ് കുമാർ ഇവിടെ നമുക്ക് ഇന്റർവ്യൂ വന്നപ്പോൾ പറഞ്ഞാണ്. ഗണേഷ് കുമാറിനോട് R ബാലകൃഷ്ണ പറഞ്ഞിട്ടുള്ള കാര്യം, നീ എന്ത് വന്നാലും ഈ ദേവസ്വം ബോർഡിൽ ഒരു സ്ഥാനം സ്വീകരിക്കാൻ പോകരുത്. പോയാൽ നീ വാഴയിലേക്ക് കിടന്ന് മരിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് കിടന്ന് നരയിച്ചായിരിക്കും മരിക്കുന്നത്. അതുകൊണ്ട് ആ വഴിക്ക് പോകരുതെന്ന് നമ്മുടെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അത് വാഴയിലാണെങ്കിലും എങ്കിലും ശരിക്കും പറഞ്ഞാൽ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ഈ ഭാരവാഹിയാവും പോയി 80% പേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ശർക്കര കൊടുവല്ലേ ചുറ്റും നിൽക്കുന്നവരെല്ലാം കൂടെ പ്രോത്സാഹിപ്പിക്കും. കുഴപ്പമില്ല, ആരും അറിയില്ല, ദൈവത്തിൻ്റെ മുതലല്ലേ ഉള്ളത്, പൊങ്ങ് നമുക്ക് എല്ലാം കൂടെ എടുക്കാമെന്ന് പറയുമ്പോൾ ഇവർ പ്രലോഭനം വരും. നമ്മുടെ നാട്ടിൽ ദേവസ്വം ബോർഡ് മെമ്പർക്ക് ഇതേ അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ദുരനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം അകത്ത് പോയി. ഇനിയിപ്പം പ്രശാന്ത് അകത്ത് പോകാൻ ക്യൂ നിൽക്കുകയാണ്. ഇപ്പം ഇതോടുകൂടി ഈ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിന് പരിസമാപ്തിയാകുകയാണ്. 2019 തൊട്ടുള്ള അത് തൊട്ട് ഇവിടെ വരെയുള്ള. ഇപ്പം അതിൽ മുരാരി ബാബു സത്യത്തിൽ പെട്ടെന്ന് മരിച്ചു. അത് എല്ലാവരെയും ഞെട്ടിച്ചു. അന്വേഷണ സംഘം പോലും ഞെട്ടിയിട്ടുണ്ടാവും മുരാരി ബാബു. അപ്പോൾ എന്തൊക്കെയെന്ന് പറഞ്ഞാലും വീട്ടിൽ വെറുതെ ഇരുന്ന പ്രശാന്ത് ഒരു ഉൾവിളി തോന്നി, ചാടി കയറി അവിടെ പോയി. ഒടുവിൽ സ്വർണ്ണക്കള്ളൻ എന്നുള്ള പേരായി. അതിനൊപ്പം തന്നെ എന്താ സംഭവിക്കുന്നത്, ജയിൽവാസവുമായി. അയ്യപ്പ കോപം തുടരുകയാണ്. കാരണം അന്ന് എന്തൊക്കെ കാണിച്ചു വെച്ചോ അവരെല്ലാവരും, ഈ പിണറായിക്കും രക്ഷയില്ല. പിണറായി വേറെ കേസിൽ ഭാഗത്ത് പോകാൻ ഏകദേശമൊക്കെ ധാരണയായിട്ടുണ്ട് ഈ ED. മാത്രമല്ല, ഇത് ശബരിമലയിലെ ഒരു കേസ് മാത്രമേ ആകുന്നുള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എത്രയോ ക്ഷേത്രങ്ങളിൽ വ്യാപകമായി കൊള്ള നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് നേരെ ചൊവ്വേ അന്വേഷിക്കുകയാണെങ്കിൽ ഇനി ഒരു പലരാത്താവും. എന്താണെങ്കിലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മാനം മര്യാദയ്ക്ക് ഒരു പാർട്ടിയിൽ ഇരുന്നു, അവിടെ നിന്ന് കിട്ടാവുന്നതെല്ലാം അനുഭവിച്ചു, അവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിയെടുത്തു. ഇനി ഇവിടെ നിന്നിട്ട് ഒരു ഗുണവും ഇല്ലെന്ന് കരുതി ഉടനെ അടുത്ത ഭാഗത്തേക്ക് ചാടി. ആ ചാട്ടം പിഴച്ചു. ഏതായാലും ഉമ്മൻചാണ്ടി ശപിക്കൂല, അത്ര മനസ്സുള്ള ആളാണ്. അതിനെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ളവരാരും നേരെ പോയിട്ടില്ലെന്നുള്ളതാണ് സത്യം. അതൊരു പരമാർത്ഥമാണ്. ഇയാൾ പോയപ്പോൾ ഉമ്മൻചാണ്ടി അത്രമാത്രം വേദനിച്ച് വിഷമിച്ചു എന്നതിൻ്റെ ഒരു കോൺഗ്രസ്സുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സത്യമായിരിക്കും അത്. ഉമ്മൻചാണ്ടി അത്രയും പ്രോത്സാഹിപ്പിച്ചിരുന്ന വളർത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് പോലും പറയാതെ ഇയാളിന്ന് മറിയണ്ണം ചാടി എന്ന് പറയും. ഉമ്മൻചാണ്ടി ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ എന്തായാലും ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. താൻ നിരപരാധിയാണ്. നമ്മുടെ ജാതകത്തിൽ ജയിലിൽ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ അതെ, ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള മുഴുവൻ ആൾക്കാരും നിരപരാധിയാണെന്നാണ് പറയുന്നത്. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങളാരും ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥ സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളത്
സത്യമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പൂശിയതിനകത്ത് കുറവ് വന്നതാണ്. ഇത് ശബരിമലയിൽ മാത്രം നിർത്തരുത്. തിരുവാതിര ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മേജർ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, വൈക്കത്ത്, ഏറ്റുമാനൂരും, ഒരുപാട് ക്ഷേത്രങ്ങളില്ലേ. എല്ലായിടത്തും ഒരു അന്വേഷണം നടത്തി നോക്കിയാൽ കാണാം അവിടെ ഇരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് നമുക്ക് സത്യത്തിൽ ഇതിനെ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സ്വർണ്ണക്കൊള്ളയേക്കാൾ ഉപരിയായിട്ട് ഇതിനകത്ത് ഇവർ ഈ വിശുദ്ധ സാധനമാണല്ലോ, ഇത് കൊണ്ടുവച്ച് ആരാധന നടത്തി നല്ലപോലെ പൈസ ആണല്ലോ. കാരണം നമ്മൾ കേരളത്തിന് പുറത്തുണ്ട്, കേരളത്തിലുള്ള പൈസ വരില്ലായിരിക്കും. കേരളത്തിന് പുറത്തുണ്ട് കഴിഞ്ഞ് ശബരിമലയിൽ അവിടുത്തെ ദേവന് ചാർത്തിരുന്ന അല്ലെങ്കിൽ അമ്പലത്തിലിരുന്ന ഒരു വസ്തുവാണെന്ന്, പൂജ വസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന 10 ലക്ഷം രൂപ പറയുകയാണ്. 1 കോടി രൂപയ്ക്ക് ചെയ്യാൻ വരെ ആൾ കാണുമല്ലോ. ചെന്നൈയിൽ കൊണ്ട് നടന്നില്ല എല്ലായിടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടോ, ഒരു 35 പവൻ്റെ കിരീടമാണ് ഒരു തെലങ്കാനക്കാരനൊരു വ്യവസായി കൊണ്ട് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. എത്ര കോടി രൂപയുടെ വില വരും? എത്ര ലക്ഷം രൂപ വരും? അതാണ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ശരി, ഈ പറയുന്ന പി എസ് പ്രശാന്തിന് ജയിൽവാസത്തിനുള്ള യോഗം അയാളുടെ ജാതകത്തിലുണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ തന്നെത്താനൊരു തോന്നലുണ്ടായി, അയാൾ പോയി ഇതിനകത്ത് പെട്ടതാവും.